So hello guys, welcome back to my channel RRYT Gaming. So നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അറിയാലോ ലെറ്റ്സ് പ്ലേ വിത്ത് ആക്ഷൻ ആൻഡ് സ്റ്റഫ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈനിങ് ആണ്. മൈനിങ്ങിന് പോകാനുണ്ട്. പിക്കാക്സ് റെഡി, ടോർച്ചസ് റെഡി ആൻഡ് മൈ ആർമർ ഈസ് ഓൾസോ റെഡി. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ ആക്ഷൻ സ്റ്റഫിൽ. എന്താണോ ഇത്? സ്പിയർ എനിക്ക് കൊള്ളാൻ തോന്നുന്ന സ്പിയർ ആണ് കേട്ടോ. ആക്സ് ആണെങ്കിലും സോഡാണെങ്കിലും തീരെ രസമില്ല. പക്ഷെ ഇത് ഉപയോഗിക്കാനാണെങ്കിൽ നല്ല ഫുഡിന്റെ തുമ്പ്. നമ്മൾ ഇവിടുന്ന് വില്ലേജിൽ നിന്നിട്ട് ഹേപ്പിൽ വെച്ച് ഒരു സ്റ്റാക്ക് 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കേബിലേക്ക് ഇറങ്ങല്ലേ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വീട്. അതിന്റെ തൊട്ട് ബാക്കിലുള്ള വലിയ ഉണ്ടയിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. ആദ്യം തന്നെ മൂലയിലുള്ള കോപ്പസ് തന്നെ അടിച്ചു പൊട്ടിക്കാം. വാണ്ടറിങ് ട്രേഡർ ഒക്കെ അവിടെ വെക്കുന്ന പൊട്ട് എത്ര എണ്ണം ഉണ്ട് എന്നൊന്നും അറിയില്ല. എല്ലാം പൊട്ടിച്ചെടുക്കൂ. അതത്രേ ഉള്ളൂ. അയ്യേ, പക്ഷെ എനിക്ക് പേടി അതല്ല. ക്രീപ്പർ അല്ലേ അത്? ക്രീപ്പർ എണ്ണാച്ചി. അയ്യോ പൊട്ടി. തന്നെ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം ക്രീപ്പർ മാത്രമേ ഉള്ളൂ. ഒരു ലാവ ഇറക്ക്, അപ്പുറത്ത് മൊത്തം സോംബിയസ് ഇറക്ക്. എന്റെ അമ്മച്ചി ഹാട്ടും വെച്ച് ഞാൻ ആദ്യം തന്നെ നമ്മൾ ഐശ്വര്യമായ മയ്യത്തായിട്ടുണ്ട്. കറക്റ്റ് ആ ടൈമില് പൊട്ടിത്തെറിച്ചതും ഒരു ലാഗ്. കുറച്ച് ഒരു ഹാട്ട് പോയി. പ്രശ്നം നോക്കിപ്പോയി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ആറുമുറൊക്കെ ആയിട്ട് ഇരുതിന്ന് മറുതിയിലേക്കാണല്ലോ. ആകെയുള്ള അത്ര ഹെൽത്ത്. ആർമർ ഇട്ടിട്ട് എന്റെ സോഡ ഇവിടെ, എന്റെ ഫുഡ്. എനിക്കെന്തോ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ. ആദ്യം ഒരു ക്രീപ്പർ. ഇവിടെ വരെ ഉണ്ടാവാതിരുന്നാ മതി. ഇപ്പൊ നമ്മ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആര് നോക്കി വരാനുണ്ട്. വരും ചിലപ്പോ തായെന്ന്.
അവിടെ ഒരു അയൺ ഇരിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കല്ലേ എന്നാണ്. ഇവിടെ ഒരു പന്നിയില്ലല്ലോ. ഒരു ഡോക്ടർക്ക് ഇവിടെ ഒരു ഡോക്ടർക്ക് നൈസിനെ ഇത് കൂട്ടിച്ചെടുക്കാം. ഒറ്റന്നേ ഉള്ളൂ. ഡീപ്പായിട്ട് ഇറങ്ങണോ? ഇറങ്ങാം. വേറെ വഴിയില്ലല്ലോ. കേറാൻ പറ്റിയേ മതിയേന്. നല്ല നോക്കി നോക്കി പോവാ. അപ്പം ഞങ്ങൾക്ക് കാണും. കോള് കണ്ടോ? കോള് കുറച്ചുണ്ട്. ആവശ്യം വരുമ്പോ എടുക്കാം. ആദ്യം ഇരിക്കുന്ന അടുത്തൊന്നും ആരും ഇല്ലല്ലോ. ഇവിടെ ഒരു ഇത് നോക്കിയിട്ട് ഗോൾഡ് ആയിരുന്നു. ആണല്ലേ? ഗോൾഡ് എടുക്കാൻ നമുക്ക് എന്തായാലും അയൺ പിക്കാക്സ് വേണ്ടി വരും. കുറച്ച് എണ്ണുണ്ട് കേട്ടോ. ഇത് എത്രയാണിത്? കേട്ടോട്ട് എത്രയാണ് കിട്ടി? മൊത്തം 10. ഇത് നമുക്ക് ഈ പിക്കക്സ് വെച്ച് പൊട്ടിക്കാൻ പറ്റും. ഒരു ഗോൾഡ് വേസ്റ്റ് ആവും. പറ്റൂല. ഒരു ഗോൾഡ് വേസ്റ്റ്. ഇൻവെന്ററി വെച്ച് തന്നെ കുറച്ച് ടോർച്ചും കൂടി ക്രാഫ്റ്റ് ചെയ്യട്ടെ. മതി. വേറൊന്നും ഇല്ലെന്ന് ചോദിക്കാൻ വന്നെയാണ്. അതവിടെയുണ്ട്. ഒരിടത്ത് തന്നെ രണ്ടെണ്ണം നോക്കി. ഒരു സ്കെൽട്ടൺ ദൂരെ ഉണ്ട്. സൂക്ഷിക്കണം. അയ്യോ വിച്ച്! വിച്ചിനെ ഒന്നും നോക്കാൻ പാടില്ല. കണ്ടാൻ പോയി ഓടിക്കണം. ഇവിടൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടാണ് ഞാൻ വിച്ചിന്റെ സ്ഥലത്ത് പോയെ. യാല്ലാ, അവിടെ പോണെന്നുണ്ട്. പക്ഷെ അവിടെ വിച്ച സ്പോൺ ആയിട്ടിരിക്കുകയാണ്. ആ വിച്ചിനെയാണ് എനിക്ക് പേടി. ഒന്നാമതേ ഹെൽത്ത് ഇല്ല. ആ വിച്ചും കൂടി ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ആ വിച്ച് എന്തായാലും പറയുമ്പോഴത്തേക്ക് അയ്യോ എന്റെ അമ്മച്ചി അടുത്ത ക്രീപ്പർ. ഞാൻ വെള്ളത്തിൽ നിൽക്കും. ക്രീപ്പർ നീ എന്ത് ചെയ്യും? വെള്ളത്തിൽ നിന്ന് കൂട്ടി എനിക്ക് ഒരു ഹെൽത്ത് പോലും പോകില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ക്രീപ്പറെ ഓടി ഓടി ചത്താല്. അയ്യേ പറ്റിച്ചേ. വെള്ളത്തിലായിരുന്നു ഞാൻ. ബ്ലോക്ക് കിട്ടി. എൻ്റെ ഹെൽത്തൊന്നും പോയില്ല. ഭാഗ്യം. വവ്വാലായിരുന്നു. ഞാൻ വിചാരിച്ചു വേറെ ആരും. വവ്വാലൊന്നും ഇല്ല. അവിടെ നിന്ന് വിച്ച് ഡീസ്പോൺ ചെയ്യുന്നാണ് തോന്നുന്നത്. കാണാനില്ല. എന്നാലും എനിക്ക് എന്തോ ഒരു ഭയം. കുറച്ച് കോപ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഞാൻ കണ്ടായിരുന്നു. തപ്പുന്നുണ്ടായിരുന്നു. എന്നെ ഫുൾ സെറ്റ് അയൺ ആർമർ ആവാനായിട്ട് കിട്ടുമോ? ചെറിയ കേവാണെന്ന് തോന്നുന്നത്. എത്ര എണ്ണം ഇപ്പൊ? 16 എണ്ണം കിട്ടി. അതുകൊണ്ട് ഒരു ഡയമണ്ട് ആർമർ ഒക്കെ ഒരു സെറ്റ് ടൂൾസ് ഒക്കെ ആണെങ്കിൽ
കഴിഞ്ഞോ? കേവ് കഴിഞ്ഞു. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ഓട്ടയുണ്ടല്ലോ. എന്തിലേക്കുണ്ടെങ്കിൽ ഓട്ടോ വരല്. ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഞാൻ എവിടെ നിന്ന് സ്റ്റക്കായി ഒന്ന് ബാക്കായിരുന്നു, അതുകൊണ്ടാണ് റെക്കോർഡിങ് ഓഫ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തോന്നി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. കുറച്ചുണ്ട് കേട്ടോ, അത്ര നിൽക്കുന്നില്ല, കുറച്ചുണ്ട്. അവിടെ വെച്ച് കോപ്പറൊന്നും ആവശ്യമില്ല, കോപ്പറൊന്നും തീരെ ആവശ്യമില്ല. അതേയിരിക്കുന്നു അടുത്ത സെറ്റ്. വീഴത്തില്ല, ഞാനിവിടെ ഒരു ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നിലത്ത് വീഴട്ടെ. കുറച്ച് വലുത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ഞാനിപ്പോ നിലത്തിട്ടായാണ് ഇവിടെ ഓൾറെഡി കളക്ട് ചെയ്തല്ലേ. 26 കിട്ടി. ഓ മാഷാ അല്ലാഹ്. അവിടുന്ന് പൊട്ടിച്ച് നേരെ വന്ന് ഞാൻ എടുത്തു. ഓക്കെ, ഇനി അവിടെ കുറച്ച് കോളി. ഇതൊന്നും ഞാൻ കണ്ടില്ലേടെ. ആദ്യം പെട്ടാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അതായിരിക്കും. ജമ്പ് 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 ഇനിയില്ല. ഷവൽ ഡുണ്ടർമാനെ ഞാൻ നിന്റെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ മാനത്തെ കാണും. അവിടെ ഇഷ്ടം പോലെ ഉണ്ട് മാനത്ത്. ഡുണ്ടർമാനെ നിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഓ എന്നാ നോക്കി നിൽക്കണ്ട ഡുണ്ടർമാനെ.
അവന്റെ കണ്ണിലേക്ക് നോക്കിയില്ല, ഒരു വളരെ സ്ഥലത്തും നോക്കൂല. ഇവിടെ എന്തായാലും സോംബീസ് ഒക്കെ ഉണ്ടല്ലോ, നോക്കി നോക്കി പോണം. ഒരുപാടാണ് എൻ്റെ കയ്യിലിരിക്കണം. ആസിഡാണ് എല്ലാം. ലവ് 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 എൻ്റെ അടയിൽ ഇനി ഒന്നും വരാതിരുന്നാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മുകളിൽ പറഞ്ഞു. ലവ് തന്നെയല്ലേ? ആ ലവില്. ഓ, ഞാനെല്ലാം വേഗം കൊണ്ടുപോയിട്ട് ഉരിക്കട്ട്. ഇനിയുണ്ടോ അത് നമുക്ക് വേറെപ്പൊക്കെ ഇല്ലെങ്കിൽ ഞാനിപ്പോ ഫാവും. ഇതായിരിക്കുന്നു വില്ലേജ്, ഇതായിരിക്കുന്നു എൻ്റെ വീട്. സമാധാനം. Oh my God. വേണപ്പാ. ഈ സ്റ്റെപ്പ് എന്തോ ചെയ്യുന്നു. സ്ലേറ്റ് കുറച്ചിട്ട് ആ കേവ് മൊത്തം ക്ലിയർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതാക്കാൻ കഴിയും. ഇതിൽ ഓൾറെഡി ഒരു ഏണുണ്ടല്ലേ, മറ്റേ ദൂരനൊക്കെ ഒന്നൊക്കെ കിട്ടി. അവിടെ സത്യം പറഞ്ഞാൽ ഉണ്ടുമോനില്ലായിരുന്നെങ്കിൽ ആ മോളുണ്ടായും കൂടി ഞാൻ എടുത്തിട്ടിരുന്നു. ഉണ്ടുമോന്റെ എത്ര പൊട്ടന്നറാ. അങ്ങനെ തന്നെ നമുക്ക് അയണിന്റെ ഇത് വെപ്പൺസ് ആദ്യം ഉണ്ടാക്കണം. അയൺ തന്നെ ആർമർ ഉണ്ടാക്കാൻ പോയാൽ ഒന്നും കിട്ടാത്ത പോലെയാവും. ആക്സൈ പിക്കാക്സ് മാത്രമേ ഉണ്ടാവും. ഷവലിനുണ്ട്, അതിപ്പോ വരും. അയൺ ഷവല്, പിന്നെ ഒരു ഷീൽഡ്. ഓ, നമ്മൾ രണ്ടാമത്തെ ദിവസം തന്നെ ഫുൾ അയൺ സെറ്റായി. അച്ചീവ്മെന്റും കിട്ടി. ആർമറിനുണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവേണ്ടതാണ്. ഇനി 24 നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കാം. കളയാനല്ലടാ പറഞ്ഞ, ധരിക്കാനാണ്. എൻ്റെ പുതിയ ഷൂ റെഡി. ഏതാ ഒരിത് ജും ടാടാവും ജുജും ടാടാവും. ഹെൽമെറ്റ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി വേണമല്ലേ? മതിയാവോ? ബോട്ട് ഉണ്ടാക്കാൻ മതിയാവും. മൊത്തം 5 വേണം. 4 ഉള്ളൂ.
ഡുഡും ടടാം ഡുഡും ടടാം. ഇനി ഒരു ചെസ്റ്റ് പ്ലേറ്റിന് എത്ര വേണം? 3, 6, 7, 8 എണ്ണം വേണം ഒരു ചെസ്റ്റ് പ്ലേറ്റിന്. അപ്പോൾ ഒരു ലെഗിൻസിന് 7 എണ്ണം മതി. അപ്പോൾ ആദ്യം ലെഗിൻസ് ഉണ്ടാക്കാം. ഒരു 3 എണ്ണം കൂടി ഫാസ്റ്റ് ആയി ഒരുക്കൂ. Only 2 left. 2. Kuku leave our house. 7. ഇനി 12 ബാക്കി. കോപ്പർ ഭയങ്കര ദുരന്തമാണ്. വീട്ടൊക്കെ വളരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഓടി വരാം. രാത്രി പറയില്ല. ഏത് സൈഡാണ് സൂര്യൻ പോലും കാണുന്നില്ല. സൂര്യൻ എവിടെയാണ്? അവിടെ സൂര്യൻ. അപ്പൊ രാത്രി ഒന്നും പറയിട്ടില്ല. എന്തായാലും നേരത്തെ കൊണ്ടുവച്ച എൻ്റെ ഇതും കൂടി കൊണ്ടുവക്കാം. ഓടിപ്പോവാം. നമുക്കിനി നമ്മളെ പടച്ചട്ട ഉണ്ടാക്കാം. പടച്ചട്ട ഇത്ര തന്നെ അയൺ ആർമറായി. അയൺ ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ അയൺ ആർമറൊക്കെ എന്ത് അരമണിക്കൂറിൽ അയൺ ആർമറായി. അതിന് നമുക്കൊരു ബ്രീഡർ ഉണ്ടാക്കണം. സോ എന്തായാലും എൻ്റെ മൊബൈലിൽ ഇപ്പൊ ചാർജ് ഇല്ലാത്തത് കൊണ്ടും എനിക്കിപ്പോൾ പള്ളിയിൽ പോവാനുള്ളത് കൊണ്ടും നമ്മളെ വീഡിയോ ഇവിടം വരെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.